ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വീട്ടിലല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞുമ്മാടെ മഴ അനുജത്തിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ രാവിലെ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, ചക്കര ഉണ്ട്, ഉമ്മ ഉണ്ട്, ഞാൻ ഉണ്ട്, നമ്മളെ കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ, കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് പിന്നെ അതെ ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി കാറ്റ് ഗൈസ്. എനിക്ക് എന്ത് ഇല്ല കാറ്റ് കൊണ്ടുപോകാൻ സാധ്യതയില്ല, കാരണം മഴ ചെറുതായിട്ട് ചാറിനുണ്ട്. ഇതാ നോക്കാം, ആകാശമൊക്കെ ഇരുണ്ട് മൂടി കണ്ടോ, നല്ലൊരു വൈബിലായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു മഴ ക്ലൈമറ്റ്. എനിക്ക് ഈ ഒരു മൂടിക്കെട്ടി കാലാവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നല്ല കാറ്റും, പിന്നെ ഇവിടെ നിന്ന് മഴ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. ഇതാ കണ്ടോ, ആ ഒരു പാടത്ത് കൂടിയൊക്കെ മഴ വീണാൽ നമുക്ക് നല്ലപോലെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ടോ, അടിപൊളിയാണ് ഇവിടെ നിന്ന് മഴ കാണാൻ വേണ്ടിയിട്ട്, കാരണം അത്രയും ഓപ്പൺ ഏരിയ പാടവും കൂടി ആയതുകൊണ്ട് നമ്മൾ മഴ കാണാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക്, ഇപ്പോൾ സെക്കൻഡും കൂടി ചേർത്ത് നമുക്ക് പറയാം, വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഗിഫ്റ്റ് തന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗിഫ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ലല്ലേ. അപ്പോൾ അതെ, നമ്മളെ വീഡിയോയിൽ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ സംഭവവും നിങ്ങളെ കാണിച്ചാണ്. നമ്മൾ ഒരു പരിപാടി ആയിക്കോട്ടെ, ഫംഗ്ഷൻ ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, എല്ലാം നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്താണ് ഒരു 2-2.5 വർഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, വ്ളോഗ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഇതുവരെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കാണ്. നമ്മൾ കൊല്ലത്ത് വന്നിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കൊല്ലത്ത് വന്നിട്ട് ഏകദേശം 2 ദിവസമായി, ചെറിയ 1-2 തിരക്കിൽ പെട്ടു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് നേരം കിട്ടിയത്. അപ്പോൾ ഇന്ന് എന്ത് വിചാരിച്ചു, നമുക്ക് എല്ലാവരെയും കൂടി കാണിച്ചിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു എന്താണ് സാധനങ്ങളെന്ന്. പിന്നെ ചക്കറിൻ്റെ ഗിഫ്റ്റും ഉണ്ട്, അതിൽ നൗഫലിൻ്റെ ഗിഫ്റ്റും ഉണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചു എന്താണ് ജാസ്തി നീ ചക്കര ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന്. ശരിക്കും ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മൾ കൊടുക്കുന്നതാണ് സർപ്രൈസ് അഥവാ ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയണത്, ശരിയല്ലേ? നിനക്കിപ്പോൾ എന്തായാലും ഒരു വെഡിങ് ആനിവേഴ്സറി ദിവസം അതല്ല, വെഡിങ് ആനിവേഴ്സറി ദിവസം നിനക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടുമെന്നറിയാം, നീ അത് പ്രതീക്ഷിച്ചിരുന്നില്ലേ? ആ ഒരു സമയത്ത് ഞാൻ തന്നു കഴിഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല, അതിലൊരു സർപ്രൈസ് ഉണ്ടാവില്ല. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നല്ലേ, ചക്കര പ്രതീക്ഷിക്കാത്ത ദിവസം ഗൈസ്, ചക്കര പ്രതീക്ഷിക്കാത്തൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യും, ചക്കരയ്ക്ക് സർപ്രൈസ് ആയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും. അത് എന്താണെന്ന് ഞാൻ പറയില്ല, കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, നമ്മളന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ അന്ന് കഴിഞ്ഞ ഐഫോണാണ് കൊടുത്തത്, ഞാൻ ഇവർക്ക് കൊടുത്തത്. അപ്പോൾ ഇക്കുറി ഒന്നും കൊടുത്തില്ല, ഞാൻ മനഃപൂർവ്വം അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേറൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രതീക്ഷിക്കുന്ന സാധനം ഒന്നും തരില്ല. ഈ പറയുന്നത് ഡയമണ്ട് റിങ്ങോ ഗോൾഡ് റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം എന്തോ ആയിക്കോട്ടെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നവരായിരിക്കും നമ്മളൊരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ കൊടുക്കുന്ന സംഭവമായിരിക്കും ഓൾവേസ് സ്പെഷ്യൽ, ആണെങ്കിൽ ആണെന്ന് പറയും ഗൈസ്. എന്തായാലും ഗിഫ്റ്റ് വഴിയെ ഞാൻ തരും, അതെപ്പോഴൊന്നും പറയില്ല, നിങ്ങളെ കാണിച്ചു തരാൻ എന്തായിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നുമല്ല, നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അതെന്താണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണ്ടേ ചക്കരെ, ഒന്ന് അൺബോക്സ് ചെയ്യണ്ടേ, ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, അതെ ഇവിടെ കറണ്ട് പോകാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ കറണ്ട് ഉണ്ട്, നമുക്ക് കറണ്ട് പോകാൻ എന്ത് ചെയ്യാം, ഇത് പൊട്ടിക്കല്ലേ, എന്നാ വായോ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉമ്മായും മാമാൻ്റെ വൈഫ് മാമിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. മാമി എന്തൊക്കെ വിശേഷം? സുഖം. ഉമ്മയുടെ വിശേഷം എന്താണ്? അൽഹംദുലില്ലാ സുഖം. മഴ ഡെയിലി ഉച്ചയ്ക്ക് ശേഷം മഴ. അതെ, ഏതൊക്കെ നാട്ടിൽ മഴ ഉണ്ട് ഉമ്മാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും, എന്നാലേ ഉമ്മാക്ക് സമാധാനമാവുള്ളൂ. ഇപ്പുറത്തെ ഇവിടെ നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കും, അവിടെ കറണ്ട് പോയാൽ സ്വന്തം അതേപോലെ അമ്മക്ക് മഴ ഉണ്ടോ? അപ്പോൾ അങ്ങനെയല്ല അമ്മ പറയണത്, വെറുതെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാള് അത്രയും നേരം ഉറങ്ങായിരുന്നു, ചക്കരേനെ കണ്ടാല് എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങും. അപ്പൊ കുഞ്ഞുമാടെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. വല്ലാതെ അവിടെ നിൽക്കണ്ട, ഉള്ളിലോട്ട് കയറിക്കോളി മക്കളെ, പുറത്ത് നല്ല കാറ്റും മഴയ്ക്കുള്ള മഴക്കാറ് ഇടിമിന്നലൊക്കെ ഉണ്ട്. ചക്കര എടുത്തോടിയോളെ. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാണ്. നമ്മളത് അൺബോക്സ് ചെയ്തില്ലല്ലോ, പൊട്ടിച്ചില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല, നമ്മൾ കുറച്ച് സാവകാശം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഡ്രസ്സാണ്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഡ്രസ്സ് ഏതായാലും നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ ഒരു സാധനം നൗഫലും സിനിയും കൂടി ചേർന്ന് തന്ന സാധനമാണ് കേട്ടോ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ എന്താണെന്ന്? ചോക്ലേറ്റ് ഒരാൾ പറഞ്ഞു. നെക്സ്റ്റ് ഡ്രസ്സിന് അടുത്ത ആൾ പറഞ്ഞു. ഇതാണ് കേട്ടോ ബോക്സ്, അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ബോക്സ് ആണ് കേട്ടോ ഈ ഒരു ബോക്സ്. അടുത്ത ആൾ എന്താണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ മാമിക്ക്? ചോക്ലേറ്റ്സ് ആണെങ്കിൽ എടുത്ത് നോക്കിയോ, വെയിറ്റ് വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്തോ. പെർഫ്യൂമോ?
ഒരാൾ പെർഫ്യൂം പറഞ്ഞു, വേറെ എന്തെങ്കിലും കാണും. അപ്പോൾ അതിനകത്ത് പെർഫ്യൂം ഉണ്ടായിരിക്കുമെന്ന് ഒരാൾ അടുത്താൾ പറഞ്ഞു. അമ്മായി ചോക്ലേറ്റ് ആണ് പറഞ്ഞത്. ചക്കരയ്ക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിനുള്ളിൽ? എന്താണ്? ചക്കരയ്ക്ക് അറിയാല്ലേ? ചക്കരനോട് ശരിയാണ് കേസ്. എനിക്ക് ഈ സാധനം സർപ്രൈസ് വരുമ്പോൾ ചക്കരയും കൂടി ചേർന്നിട്ടാണ് എനിക്ക് സർപ്രൈസ് തരുന്നത്. അപ്പൊ ചക്കരയ്ക്ക് അറിയാം എന്താണെന്ന്, അന്ന് വാങ്ങിയതൊക്കെയാണ്. അപ്പൊ ചക്കരയ്ക്ക് ഇതിനുള്ളിൽ എന്താണെന്ന് ബട്ട് എനിക്കറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്താ എഴുതിയിട്ടുണ്ടല്ലോ, ബി ഫിയർലെസ് ഇൻ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? ബി ഫിയർലെസ് ഇൻ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അറിയില്ല, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് ചോദിക്കണ്ടേ? എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ നോക്കിയതാണ് കേട്ടോ. ഓക്കെ, ഞാൻ അത് ഇല്ല ഞാൻ അതിന്റെ അർത്ഥം പറയില്ല. ഇല്ല നിങ്ങളതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ നിങ്ങൾ ഇത്ര വലിയ ആൾക്കാർ പഠിക്കണ്ടേ? ഓക്കെ. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇതിനകത്തുള്ളത് ഒരു ചെറിയൊരു ബൊക്കെ, ഒരു ഹാമ്പർ സെറ്റ് ഉണ്ട്. ഇതിൽ കുറച്ച് പൂക്കൾ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ, ഫ്ലവേഴ്സ്. അപ്പോൾ അത് ഇതേ ഡബിൾ സൈഡ് ടൈപ്പ് ഇളകിപ്പോയതാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഫ്രെയിം. എന്താ ഇതാരാ? ഇതൊരു ഫ്രെയിമാണ് കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി ഡിയർ ഹസ്ബൻഡ് ചക്കറിൻ്റെ വക. ഇതാരാ പൊന്നെ? ഇതാരാ? അബ്ബ. ഓ, എന്താ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്രെയിം. ഇനിയുള്ളത് 2 ഷർട്ടാണ് കേട്ടോ. ഈ ഷർട്ടൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് ചക്കരയുടെ ഗിഫ്റ്റാണല്ലേ? ഇത് ചക്കരയുടെ ഗിഫ്റ്റാണേ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്ന്. ഇതെന്താ കളർ ചക്കര? ഇതൊരു കളർ ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഗിഫ്റ്റ് കൊണ്ട് കഴിക്കട്ടെ. അതെ, എനിക്കില്ലാത്തൊരു കളറാണ് ചക്കര എടുത്തത്. ഇതൊരു ലൈക്ര ടൈപ്പ് തുണിയാണല്ലേ? നല്ല ക്ലോത്ത് ആണ്, ഇടാൻ നല്ല കംഫർട്ടുള്ള ടൈപ്പ് തുളുതുളുത്ത പളപളത്തൊരു തുണിയാണ്. അപ്പോൾ ഷർട്ട് ഏതായാലും അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഗ്രേയും അല്ല ബ്ലൂവും അല്ല, അതിനിടയിൽ നിൽക്കുന്ന ഒരു റേഞ്ചിൽ വരുന്ന ഒരു കളറാണ് അത്. അടുത്തതും ഒരു ഷർട്ടാണ് ഗേസ്. അടുത്തത് എന്താ വേണ്ടത്? അടുത്തത് ഒരു പാർട്ടി വെയർ ഷർട്ടാണ് കേട്ടോ. മറ്റേത് ഒരു കാഷ്വൽ ഫിറ്റാണ്, ഇതൊരു പാർട്ടി വെയർ ഷർട്ടാണ്. അപ്പോൾ ഏതായാലും അടിപൊളി ഷർട്ട്. ഇത് നേവി ബ്ലൂ ആണ്. നോത്തച്ചമ്മ, ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ് ഗേസ്. ഇതിനകത്ത് ഒരുപാട് സ്റ്റോൺ വർക്ക് ഉള്ള ഒരു പാർട്ടി വെയറാണ്. എനിക്കൊരു പാർട്ടി വെയർ 2-3 ഷർട്ട് ഉണ്ട്. അപ്പോൾ ചക്കര എന്ത് ചെയ്തു, പാർട്ടി വെയർ ഞാൻ ഇടുമെന്ന് അറിയാവുന്നത് കൊണ്ട് കല്യാണത്തിനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചക്കര സ്റ്റോൺ വർക്കുള്ളൊരു പാർട്ടി വെയർ ഷർട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റില്ല, ഇത് ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഷർട്ട് ഏതായാലും 2 ഷർട്ട്, ഇത് 2 ചക്കരേൻ്റെ ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും അത് 2 ചക്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സന്തോഷം, താങ്ക് യു. അടുത്ത നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനാണ് ഗേസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ? ഇതൊന്ന് അടുത്താൾ അൺബോക്സ് ചെയ്യൂ. വരി. ചക്കര എവിടെ ഇരുന്നോ? അവിടെ പോയിരുന്നോ? അതിനെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ശരി ഗൈസ്, ഇവിടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിരിക്കുന്നു. ആരൊക്കെ പറഞ്ഞു നോക്കട്ടെ, ശരിയത്തരം പറഞ്ഞവർക്ക് ഇതിന് നമ്മൾ സമ്മാനം കൊടുക്കും. ഒരു ചോക്ലേറ്റ് ഇതാ എൻ്റെ കുട്ടിക്ക് കൊടുക്കി. ഉണ്ടല്ലേ, നോക്കട്ടെ. ഓ, സൂപ്പർ. അപ്പോൾ അളിയനും സിനുവും കൂടി ചേർന്നിട്ട് തന്ന നമ്മുടെ ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഒരു ഫോട്ടോ ഫ്രെയിം നോക്കട്ടെ. നമ്മൾ 3 ആളും ചേർന്നിട്ടുള്ള ഫോട്ടോസിൻ്റെ ആഡ് ആയിട്ടുള്ള ഫ്രെയിമുണ്ട്. ഞാൻ ചക്കര കുട്ടിയൊക്കെയുള്ള നമ്മളെ ഫോട്ടോസ് ആഡ് ആയിട്ടുള്ള ഫ്രെയിമുണ്ട്. പിന്നെ അതിലുള്ളത് സ്നിക്കേഴ്സിൻ്റെ ചോക്ലേറ്റുകളാണ്. കണ്ടില്ലേ, ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ അടുത്തതുള്ളത് ഒരു പെർഫ്യൂമാണ് കേട്ടോ, ഒരു കോംബോ സെറ്റ് പെർഫ്യൂമാണ്. ഇതിനകത്ത് ബെല്ല വിറ്റി എന്നുള്ള ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ്. സ്കൈ അക്വാറ്റിക്, ഫ്രഷ് യൂണിസെക്സ്, ഹണി ഊത്, വൈറ്റ് ഊത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 4 പെർഫ്യൂമും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മണത്ത് നോക്കി അറിയാമോ പെർഫ്യൂമിൻ്റെ മണം എങ്ങനെയാണെന്ന്? അതൊന്ന് പൊട്ടിച്ചോക്കി, പെർഫ്യൂം പൊട്ടിച്ചോക്കി. അപ്പോൾ എന്തായാലും ഗിഫ്റ്റുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഉള്ളിലിരിക്കണതല്ലേ. അപ്പോൾ ഇവിടെ പെർഫ്യൂം അൺബോക്സ് ചെയ്യുകയാണ് ഇവർ. നോക്കട്ടെ എങ്ങനെയുണ്ട്. വീണ്ടും ഒന്നുകൂടി ഇരുണ്ട് മൂടിയല്ലോ. മഴ പെയ്യാണ് ഗൈസ്.
പെട്ടെന്ന് വേഗം പൊട്ടിച്ച് നമുക്ക് മഴ കാണാം. തുറന്നപ്പോൾ നല്ല മണം ഉണ്ടല്ലേ? മണം ഉണ്ടോ നോക്കി. മണമുണ്ടാ? എങ്ങനെയുണ്ട്? മണം ഉണ്ടല്ലേ? ആ 4 ഫ്രാഗ്രൻസ് ആണിത്. 4 മോഡലാണ്. അതെ, പെർഫ്യൂം ഭ്രാന്തുള്ള ആൾക്കാരാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്, പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് പെർഫ്യൂം അവർ സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഗിഫ്റ്റുകൾ ഇത് രണ്ടും നമുക്ക് കിട്ടിയത്, ഇത് രണ്ടും പോലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇവിടെ ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ, അടിപൊളി. ഗിഫ്റ്റുകൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളി, ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കേസ് എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷർട്ടല്ല അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഷർട്ട് 2 എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു, ഡ്രസ്സ് എടുത്തില്ല, പെർഫ്യൂം വന്നു. എന്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ആക്കല്ലേ? എന്നാലേ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക, ഏത് ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ മഴ കാണാൻ പോവുകയാണ് ഗൈസ്. മഴതേ ചെറുതായിട്ട് ചാറി തുടങ്ങി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ ബൈ ബൈ.